ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ട് ചെയ്യുന്ന കിച്ചൺ കബോർഡുകളെ കുറിച്ചാണ്. അപ്പോൾ കിച്ചൺ കബോർഡിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഉപയോഗിച്ച് വരുന്ന കുറേ കാര്യങ്ങളാണ് അലൂമിനിയം ഫാബ്രിക്കേഷൻ യൂണിറ്റുകൾ. അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ചിലവ് കുറവാണ്. സാധാരണ ഉള്ള കിച്ചൺ കബോർഡുകൾ ചെയ്യുമ്പോൾ മൾട്ടിവുഡ്, മറൈൻ പ്ലൈവുഡ് പോലെയുള്ള മെറ്റീരിയലുകൾ കൊണ്ട് ചെയ്യുമ്പോഴുണ്ടാകുന്നതിനേക്കാളും വളരെയധികം ലാഭമായിട്ട് ചെയ്യാൻ പറ്റും. എങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കുറച്ചധികം നാൾ നിൽക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു മെറ്റീരിയലാണ് അലൂമിനിയം ഫാബ്രിക്കേഷൻ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് രണ്ട് രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ PVC എന്ന് പറയുന്നൊരു മെറ്റീരിയൽ ഇതിൻ്റെ ബോർഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ അതിനകത്ത് അലൂമിനിയം കോമ്പോസിറ്റ് പാനൽ അഥവാ ACP എന്ന് പറയുന്നൊരു മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ റേറ്റിനനുസരിച്ച് വ്യത്യാസം വരും. അലൂമിനിയം കോമ്പോസിറ്റ് പാനലാണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും, എന്നാൽ PVC മെറ്റീരിയൽ ആകുമ്പോഴത്തേക്ക് കുറച്ച് റേറ്റ് കുറവായിരിക്കും. അപ്പോൾ ഈ വ്യത്യാസം നമ്മൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത് PVC മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടുള്ള അലൂമിനിയം ഫാബ്രിക്കേഷൻ കിച്ചൺ കബോർഡുകളാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുന്ന പോലെ തന്നെ ഇതുപോലെ ഫ്രെയിമുകളെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ കൃത്യമായി അടിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ഗ്യാപ്പിലേക്ക് നമ്മളുടെ PVCയോ അല്ലെങ്കിൽ ACPയോ മെറ്റീരിയലുകൾ ഉപയോഗിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സെപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കബോർഡ് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു കണ്ടീഷനിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള അലൂമിനിയം, രണ്ട് തരത്തിലല്ല കുറേ അധികം തരത്തിലുള്ള അലൂമിനിയം ഫ്രെയിംസ് നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീയൂസ്ഡ് ആയിട്ടുള്ള അലൂമിനിയം ഉപയോഗിച്ച് വരുന്ന ചാനലുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കുറവാണ്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിന് പല പ്രശ്നങ്ങളൊക്കെ കണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള അലൂമിനിയം പാനൽസ് അല്ലെങ്കിൽ അലൂമിനിയം ചാനൽസ് ഉണ്ട്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചധികം വർഷം നല്ല രീതിയിൽ അത് നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാന കാര്യം. പിന്നെ പലരും പറയുന്നതാണ് ഈ അലൂമിനിയത്തിൽ സ്ക്രൂ പിടിക്കില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഈ അലൂമിനിയത്തിൽ സ്ക്രൂ അല്ല ചെയ്യുന്നത്, അതിന് റിവെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ റിവെറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് പറഞ്ഞു പോരാത്ത വിധത്തിൽ അവർക്ക് നല്ല രീതിയിൽ പ്രഷറിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ആ ഭാഗത്തു നിന്ന് റിവെറ്റ് പറഞ്ഞു പോന്നാൽ തന്നെ അത് നമുക്ക് രണ്ടാമത് റിവേറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് റിവേറ്റ് ഉപയോഗിച്ച് അത് ചെയ്യുന്നത്. അപ്പോൾ ഹിഞ്ചസൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ തടിയിലും അതുപോലെ തന്നെ ഈ പറയുന്ന മൾട്ടിവുഡിലും മറൈൻ പ്ലൈവുഡിലും ഒക്കെ ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയലുകൾ തന്നെയാണ് ഉപയോഗിച്ച് വരുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ക്ലോസ് അല്ലെന്നുണ്ടെങ്കിൽ കബോർഡ് ഹിഞ്ചസ് തന്നെയാണ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിച്ച് വരുന്നത്. എന്നാൽ ചില വ്യത്യാസങ്ങളുണ്ട്. അലൂമിനിയം ഫാബ്രിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഹിഞ്ചസിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെയാണ് ഇതിന് പ്രൊഫൈൽ ഹാൻഡിലോ അല്ലെങ്കിൽ സാധാരണ ഹാൻഡിൽസോ എന്ത് വേണേലും ഉപയോഗിക്കാനും പറ്റും. അങ്ങനെയുള്ള എന്ത് വേണേലും നമുക്ക് ചെയ്യാനും പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ലൊരു കിച്ചൺ കബോർഡ് സെറ്റ് ചെയ്യാനായിട്ട് ഇതിന് പറ്റും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ പലരും പറയും ഇത് ഗ്രാനൈറ്റ് ഒന്നും താങ്ങത്തില്ല, അതിൻ്റെ വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് പറയും. അത് പല സ്ഥലത്തും അപകടം ഉണ്ടായിട്ടുണ്ട് എന്നും പറയും. അതിൻ്റെ പ്രധാന കാര്യമായിട്ട് വരുന്നത് ആവശ്യത്തിനുള്ള ഈ അലൂമിനിയം പാനൽസ് അല്ലെങ്കിൽ അലൂമിനിയം ചാനൽസ് ഇതിൻ്റെ ഫ്രെയിമായിട്ട് ചെയ്യാത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു പ്രധാന പ്രശ്നമാണ് ഈ പറയുന്ന അലൂമിനിയത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരിട്ട് ഗ്രാനൈറ്റ് ഒട്ടിക്കുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ ഒട്ടിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും സംഭവിച്ചു വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഈ അലൂമിനിയം ചാനൽസിന് ഈ ഗ്രാനൈറ്റിൻ്റെ ഭാരം താങ്ങാതെ വന്നിട്ട് ഇത് ബെൻഡാവുകയോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഡോഴ്സൊക്കെ അടയാതെ വരുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് ഈ അലൂമിനിയം ചാനൽസിന് ആവശ്യം വേണ്ട ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയാം. അപ്പോൾ ഈ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി എല്ലാ വർക്കേഴ്സും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അലൂമിനിയം ചാനൽസിൻ്റെ കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യും. ഇപ്പോൾ നമുക്ക് തന്നെയാണെങ്കിലും നമ്മൾ ഒരാളോട് അലൂമിനിയം ചാനലിൻ്റെ എത്രയാവുമെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവർ ഒരു 1,00,000 രൂപയാകും ഒരു കിച്ചൺ കബോർഡ് ഒരു യൂണിറ്റ് ചെയ്യാനെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ആളോട് ചോദിക്കുമ്പോൾ അയാളൊരു 80,000 രൂപയാവുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി 80,000 രൂപയ്ക്ക് ചെയ്യുന്ന ആൾക്ക് കൊടുക്കും. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അത് ചിലപ്പോൾ റീയൂസ്ഡ് അലൂമിനിയം ആയിരിക്കും എടുത്തിട്ട് ഉരുക്കി രണ്ടാമത് ചാനലോ പാനലോ ആക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതുപോലെയുള്ള കബോർഡുകൾ ചെയ്തു തരിക. അപ്പോൾ അതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. കാര്യം ക്വാളിറ്റിയിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റിൽ മാത്രം പോവാതെ ക്വാളിറ്റിയും കൂടി കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അലൂമിനിയം ചാനൽ കുറച്ചധികം നാൾ നിൽക്കും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇതുപോലെ തന്നെ ഈ പറയുന്ന കബോർഡുകൾക്കകത്ത് ഫിറ്റ് ചെയ്യുന്ന എല്ലാ ഫിറ്റിങ്സുകളും നമുക്കിതിനകത്ത് ഉപയോഗിക്കാം. ഈ പറയുന്ന പുള്ളൗട്ടുകൾ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും, ബാസ്ക്കറ്റുകൾ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഏത് തരത്തിലുള്ള ഫിറ്റിങ്സും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഒരു കബോർഡ് വർക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ
നമുക്ക് ഈ പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചും ഒരു കിച്ചൺ കബോർഡ് വളരെ വില കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൾട്ടിവുഡോ മറൈൻ പ്ലൈവുഡോ പോലുള്ള മെറ്റീരിയൽ അല്ലാതെ ഇങ്ങനെയുള്ള മെറ്റീരിയൽക്കും ഉപയോഗിക്കാം എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് റേറ്റുകളുടെ കാര്യം നമ്മൾ സംസാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും സംശയം ഉണ്ടാവും. റേറ്റുകൾ ഇങ്ങനെ പലതരത്തിലാകാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. അല്ലാതെ ആർക്കും തന്നെ ഈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് റേറ്റ് കുറച്ച് തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ളൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം.